എണ്ണ തേക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ പോലെ തോന്നും. എണ്ണ ഒരു ദിവസം തേച്ചില്ലേ അപ്പോൾ വീണ്ടും കൂടും. കൃമികൾ ശരീരത്തിൽ കൂടുക ഒക്കെ വരുമ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി കുറയുകയും ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വളരെയധികം വർദ്ധിക്കുകയും ഇങ്ങനത്തെ ഒരു ഡാൻഡ്രഫിന്, കാരണം അസിഡിക് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഈ രോഗം വർദ്ധിക്കും, ഡാൻഡ്രഫിന്റെ വളർച്ച ഭയങ്കരമായിട്ട് കൂടും. ഇത്തരത്തില് നമ്മുടെ ദഹനത്തെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഒരു എണ്ണയും ഷാമ്പു ഇല്ലാതെ തന്നെ ഡാൻഡ്രഫിനെ മാറ്റാനായിട്ട് സാധിക്കുകയാണ്. വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് എല്ലാവരും വലിയൊരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി പലതരത്തിലുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുന്നു, എണ്ണ തേക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എന്താണ് അതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്നാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ സ്കിൻ ഇളകി പൊളിഞ്ഞു പോവുകയാണ്. അപ്പോൾ പല കാരണങ്ങളാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 10 പേര് ഡാൻഡ്രഫായിട്ട് വരികയാണെങ്കിൽ അതിൽ ഒരു 5ഓ 6ഓ പേരുടെയെങ്കിലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ വയറിലുള്ള അസിഡിറ്റി തന്നെയാണ്. നമുക്കറിയാം, ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ഒരു സാധനമാണ്, അല്ലേ? അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിൽ പോവുകയാണെങ്കിൽ തലയിലെ സ്കാൽപ്പ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. നമുക്കറിയാം, ഏതൊരു സാധനവും ചൂടാക്കിയാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അത്ര വളരെ നിസാര തിയറി ഇതിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തലയിൽ എന്തുകൊണ്ടാണ് തലയിൽ സ്കിൻ ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്യുന്നതൊക്കെ തലയാണ്. അപ്പോൾ അസിഡിറ്റി പ്ലസ് എവിടെയാണ് ചൂട് കൂടുന്നത് അവിടെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നു. ചിലവർക്ക് അത് സ്കിന്നിലായി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ സോറിയാസിസ് എന്ന് പറയും. ബാക്കിയുള്ള തലയിലല്ലാണ്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറി അത് സോറിയാസിസ് ആയി അവിടെ കൂടുതൽ പൊളിഞ്ഞു പോകുന്നു എന്ന് പറയാം. അപ്പോൾ തലയിൽ മാത്രം നിൽക്കുമ്പോൾ അതിനെ നമ്മുടെ ഡാൻഡ്രഫ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അസിഡിറ്റി മാറാതെ നമ്മൾ എത്ര എണ്ണ തേച്ചിട്ടും കാര്യമില്ല. എണ്ണ തേക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ പോലെ തോന്നും. എണ്ണ ഒരു ദിവസം തേച്ചില്ലേ അപ്പോൾ വീണ്ടും കൂടും, അല്ലെ? ഷാമ്പു തേക്കുമ്പോൾ ഒരു ക്ലൻസിങ്, പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് പോണ പോലെ തോന്നും. അപ്പോൾ നമുക്കൊരു ദിവസം കുറവ് പോലെ തോന്നും. പക്ഷെ ആക്ച്വലി അവിടെ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അസിഡിറ്റി മാറ്റാതെ ഈ ഡാൻഡ്രഫ് മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻഡൈജഷൻ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ലെങ്കിൽ അവരുടെ പ്രത്യേകതയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരും. ഏത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് വരും. ഇത്തരക്കാർക്ക് ഡാൻഡ്രഫ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശരിയാക്കേണ്ടത് അവരുടെ ദഹന വ്യവസ്ഥയാണ്. ഇവർക്ക് ദഹനരസങ്ങൾ പ്രോപ്പറായിട്ട് വരണം, ലിവർ ഫങ്ഷൻസ് പ്രോപ്പർ ആവണം. ഇത്തരത്തില് നമ്മുടെ ദഹനത്തെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഒരു എണ്ണയും ഷാമ്പു ഇല്ലാതെ തന്നെ ഡാൻഡ്രഫിനെ മാറ്റാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ അസിഡിറ്റി ആണെങ്കിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഗ്യാസ് ഉണ്ടാവുക. ദഹനക്കേടാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് ഗ്യാസ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നത്തെ നമുക്കൊരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫ് വരാം. അപ്പോൾ അത് നമ്മൾ പറയും, ആയുർവേദത്തിൽ പറയും കൃമി ചികിത്സ. ഈ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എല്ലാം കൃമി ചികിത്സയുടെ അണ്ടറിൽ വരുന്നതാണ്. ശരീരത്തിൽ നമുക്കറിയാം കൃമികൾ അത്ര അധികമാണ്. ഒരു കൃമി 15,000 മുട്ടയ്ക്ക് ഇടുന്നു പറയും. ഈ 15,000 മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും അത്രയും കൃമികൾ ഉണ്ടാവും. അവർ വീണ്ടും അത്തരത്തിലൊരു ഇൻഫെക്ഷൻ്റെ ഒരു തോത് നമുക്ക് കൃമികൾ ശരീരത്തിൽ കൂടുക ഒക്കെ വരുമ്പോൾ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി കുറയുകയും ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വളരെയധികം വർദ്ധിക്കുകയും ഇങ്ങനത്തെ ഒരു ഡാൻഡ്രഫിന് കാരണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് നല്ല മരുന്നുകൾ തലയിലൊക്കെ നമ്മൾ കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. ക്രിമിശാമകമായിട്ടുള്ള കൃമിയുടെ വർധനവിനെ തടയുന്ന മെഡിസിൻസ് കഴിക്കുക ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ മെന്റൽ സ്ട്രെസ് ഉണ്ടായാൽ മതി. ടെൻഷൻ അടിക്കുമ്പോൾ എന്തുണ്ടാവും? ടെൻഷൻ അടിക്കുമ്പോഴും അത് ആദ്യം നമ്മൾ പറഞ്ഞ കാരണം തന്നെയാണ്, അസിഡിറ്റി തന്നെയാണ് വർദ്ധിക്കുക. അപ്പോൾ മെന്റൽ സ്ട്രെസ് ആണ് കാരണമെങ്കിൽ മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്താൽ മാത്രമാണ് അസിഡിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക. അസിഡിറ്റി കുറയുന്നതിലൂടെ തന്നെ ഡാൻഡ്രഫ് കുറയുന്നതാണ്. അപ്പോൾ ഇത് ഡാൻഡ്രഫിന് ഒരു എണ്ണ പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാരണം നമ്മൾ വയറ് ശരിയാക്കുക തന്നെയാണ്. വയറിലെ ബാക്ടീരിയാസിനെ ശരിയാക്കുക, അല്ലെങ്കിൽ അസിഡിറ്റിയോ അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റിയെ ക്രമീകരിക്കുക എന്നുള്ള ആദ്യത്തെ ചികിത്സ. അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തലയിൽ എണ്ണകൾ ഉപയോഗിക്കാം. ഈ അസിഡിറ്റി ഉള്ളവരിൽ എണ്ണ ഉപയോഗിച്ച് പെട്ടെന്ന് കുറയും. അതേസമയം ഇൻഡൈജഷൻ കൊണ്ട് ഡാൻഡ്രഫ് ഉണ്ടാകുന്നവരിൽ എണ്ണ ഉപയോഗിക്കുന്നത് ഡാൻഡ്രഫിന്റെ അമിത വർധനവിന് കാരണമാകും. അതേപോലെ ആങ്സൈറ്റി ആണ് പ്രശ്നമെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കുന്ന എണ്ണകൾ നമുക്ക് വേണ്ടി വരും, നമുക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ ബാക്ടീരിയൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിൽ ഒരു എണ്ണയും ഷാമ്പു അല്ല, ഈ ഇങ്ങനത്തെ ഫംഗസിനെ ഇല്ലാതാക്കുന്ന മരുന്നുകൾ കൊണ്ട് തല കഴുകുന്നതാണ് ഇതിലൊക്കെ നല്ലത്.
അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിലും ഇത്രയും ശ്രദ്ധിക്കണം. നമുക്ക് ഒറ്റമൂലി എന്ന് പറയാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കാരണങ്ങൾ വ്യത്യാസമാണ്. പല കാരണങ്ങൾക്ക് എല്ലാ കാരണത്തിനും ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പലപ്പോഴും പലരും ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, ഇപ്പൊ നമ്മൾ അസിഡിറ്റി ഉള്ളവരിൽ നമ്മൾ വലിയ ഈ എന്താ പറയാ, നമ്മൾ തലച്ചോറിലേക്ക് വീണ്ടും അസിഡിക് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഈ രോഗം വർദ്ധിക്കും. ഡാൻഡ്രഫിന്റെ വളർച്ച ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കരമായിട്ട് രോഗം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതേസമയം ഇൻഡൈജഷൻ ഉള്ളവരിൽ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോഴോ അപ്പോഴും അവിടെ കൊഴുപ്പ് വർദ്ധിക്കുന്നു, ഡാൻഡ്രഫ് വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ അസിഡിറ്റി ഉള്ളവരിൽ എണ്ണ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ദഹനക്കേട് കൊണ്ട് വരുന്ന ഡാൻഡ്രഫിൽ ഈ നല്ല ഷാമ്പു വെച്ചിട്ട് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷാമ്പുകളുണ്ട്, മരുന്നുകൾ ഇട്ടിട്ട്, അതായത് കൈപ്പുരസമുള്ള തിക്തരസമുള്ള മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു തലച്ചോറിനെ ബ്രെയിനിന്റെ സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യുന്ന ആ തരത്തിലുള്ള ഷാമ്പു ഉണ്ട്. അതൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വെറുതെ ആര്യവേപ്പിന്റെയോ അല്ലെങ്കിൽ കറിവേപ്പിന്റെ ഇലയോ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് തല കഴുകി കഴിഞ്ഞാൽ ദഹനക്കേട് കൊണ്ട് വരുന്ന ഡാൻഡ്രഫിനെ നമുക്ക്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഡാൻഡ്രഫിനെ നമുക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കാരണത്തെ അറിഞ്ഞുകൊണ്ട് ചികിത്സിച്ചാൽ ഡാൻഡ്രഫിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.